കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 6:1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ്റെ വാക്ക് കേട്ട പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവനിതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അപമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസ രാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. അവൻ ഗ്രാമങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വിശുദ്ധ ജോൺ ബ്രിട്ടോയെ പ്രത്യേകം അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം, മാധ്യസ്ഥം ഒക്കെ നമുക്ക് സഹായമാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. പോർച്ചുഗലിലൊരു ധനിക കുടുംബം. ആ കുടുംബത്തിൽ വളരെ സുഖമായിട്ട് വേണമെങ്കിൽ ജീവിക്കാമായിരുന്നു. അല്ലെ, അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഭാരതത്തിലേക്ക് വന്നത്. ഒരുപാട് സഹിച്ചു. അതിൻ്റെ ഏറ്റവും ഉച്ചകോടി എന്ന് പറയുന്നത് രക്തസാക്ഷിയായിട്ട് മാറി. എത്ര പേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊരു ഭാഗ്യമായിട്ടും അതിനുവേണ്ടി ഞാൻ എന്ത് സഹിക്കാൻ തയ്യാറാകും എന്ന് പറയാൻ പറ്റും? ഇവിടെ ഞാൻ കേട്ടത്, ഒരു അമ്മയും മകളും ഇരുന്ന് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുക, തർക്കിച്ചുകൊണ്ടിരിക്കുക. മകൾ പറയുന്ന, അമ്മ കുറേ കാര്യങ്ങളൊക്കെ വിവരിച്ചു, അവരെടുത്ത ത്യാഗങ്ങൾ, ഇപ്പോൾ അനുഷ്ഠിക്കുന്ന ത്യാഗങ്ങൾ, അതെല്ലാം കുടുംബത്തിന് വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഉടനെ മകൾ പറയാം, അമ്മ കഴുതയാണ്, അമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണേ? ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞെന്നാൽ, എനിക്ക് ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഞാനൊരു യാത്ര പോവുമോ, കള്ളു കുടിക്കുമോ, അതല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമോ, അങ്ങനെയൊക്കെ ചെയ്ത് എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷം കണ്ടെത്താൻ ഞാൻ നോക്കും. ഇത് അമ്മ ചെയ്യുന്നതൊക്കെ ശുദ്ധ മണ്ടത്തരാണ്. ഇതാണ് രണ്ട് കാഴ്ചപ്പാട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ജോൺ ബ്രിട്ടോയ്ക്ക് വേണമെങ്കിൽ ഈ മകളെപ്പോലെ ചിന്തിക്കുകയായിരുന്നെങ്കിൽ അവിടെ ധനിക കുടുംബത്തിൽ ജീവിച്ച് നല്ലപോലെ സമ്പത്തൊക്കെ ദൂർത്തടിച്ച് അതിൻ്റെ സുഖത്തിൽ കഴിയാമായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഇന്ന് അങ്ങനെ ജീവിച്ച ആരെയെങ്കിലും സഭയിലോർത്ത് അവർ വിശുദ്ധരാണെന്ന് പ്രഖ്യാപിച്ച് അവരുടെ മാധ്യസ്ഥം തേടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ ത്യാഗോജ്വലമായിട്ട് ജീവിച്ച് സ്വർഗം ലക്ഷ്യമാക്കി ജീവിച്ച വ്യക്തികളെയാണ് ഇത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകം ഓർത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. നമുക്കിതിനകത്തൊരു ആനന്ദമില്ലെങ്കിൽ പിന്നെ ഇത്രയും പഠിത്തമുണ്ടായിരുന്ന, സമ്പത്തുണ്ടായിരുന്ന വ്യക്തികൾ അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കാതെ കണ്ട് ഇപ്രകാരം ജീവിക്കുന്നത് ഒന്നും നടക്കുന്ന കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തിരിച്ചറിവുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നത്തെ ആദ്യവായന നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശമാണ്. നമ്മളാരെങ്കിലും സെൻസസ് എടുക്കുന്നത് കൊടും പാപമായിട്ട് കാണാറുണ്ടോ? അതിവിടെയെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ. സെൻസസ് എടുക്കുക. ഇന്ത്യയെ ദാവീദ് സെൻസസ് എടുത്തു. അത് കഴിഞ്ഞപ്പോഴേ ദാവീദ് തന്നെ തിരിച്ചറിഞ്ഞിട്ട് അവൻ ഏറ്റുപറഞ്ഞൊരു കാര്യമാണ്, ഞാൻ കൊടും പാപം ചെയ്തു. എന്തായിരുന്നു അതിനകത്തെ പാപം? അത് നമ്മൾ തിരിച്ചറിയണം. ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു. ദൈവം അവൻ്റെ കൂടെ പോയി. 1 സാമുവേൽ 18-14 വായിച്ചാൽ ദാവീദ് എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം ദൈവം അവൻ്റെ കൂടെ പോയി. ദാവീദ് പള്ളിയിൽ പോയപ്പോൾ മാത്രമല്ല, ബാത്റൂമിൽ പോയപ്പോഴും ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതായിരുന്നു ദാവീദിൻ്റെ ബോധ്യം. ഇനി അങ്ങനെ ദൈവം അവൻ്റെ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിച്ചു. അതാണ് ആ വചനം പഠിപ്പിക്കുക. ഇത് മറന്നിട്ടാണ് ദാവീദ് ജനസംഖ്യ എടുത്തു. നമുക്ക് ഒരു യുദ്ധം വന്നാൽ പിടിച്ചേക്കാൻ പറ്റുമോ? യുദ്ധവീരന്മാരായിട്ടുള്ളവർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താ? ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്ക്
അവൻ്റെ ആശ്രയത്വം മാറ്റി. അവന് ചങ്കിൽ നിന്നുയരുന്ന പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ബുദ്ധിയിൽ നിന്നുയർന്ന ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചു. ഈ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ കൊടുംപാപം ചെയ്തെന്ന് കർത്താവ് പറയാതിരിക്കുമോ? കൊടുംപാപം ദൈവത്തെക്കാൾ മനുഷ്യരെ ആശ്രയിക്കുകയും ദൈവത്തെക്കാൾ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കൊടുംപാപമാണ്. ഞാൻ അതിൻ്റെ ഫലമായിട്ട് ഏത് പാപത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നിൻ്റെ പ്രവൃത്തി നിൻ്റെ തന്നെ തലേ വന്ന് വീഴുമെന്ന് ഒബാദ്യ 1:15 നമ്മൾ വായിക്കുന്ന. ദാവീദിനോട് പറഞ്ഞു, ഓപ്ഷൻ എ, ബി, സി ഏതെങ്കിലും ഒരെണ്ണം നീ തിരഞ്ഞെടുക്കണം. ദാവീദ് നോക്കിയപ്പോഴത്തേക്കും ഓപ്ഷൻ സി ആണ് ഇച്ചിരി ലഘുവായിട്ടുള്ളത്. 3 ദിവസത്തെ പകർച്ചവ്യാധി. മറ്റേതൊക്കെ 3 വർഷത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഓപ്ഷൻ സി 3 ദിവസത്തെ പകർച്ചവ്യാധി. കർത്താവ് അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ സംഭവിച്ചൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ദാൻ മുതൽ ബത്ശബ വരെ 70,000 പേര് മരിച്ചു. അത് കണ്ടിട്ട് സങ്കടപ്പെട്ട് ദാവീദ് പറയാണ്, ഞാനല്ലേ പാപം ചെയ്ത്, എന്തിനാ ഈ ജനം ഇതിന് സഹിക്കേണ്ടി വരിക? എന്നെ എൻ്റെ കുടുംബത്തെ നശിപ്പിച്ചോ? ഞാനല്ലേ പാപം ചെയ്ത്? അവരൊറ്റ കാരണത്താലായിരിക്കാം. ഇത് കഴിഞ്ഞ് സംഹാരദൂതൻ കൈ ഉയർത്തിയപ്പോഴേ ദൈവം പറഞ്ഞൊരു കാര്യം, അവൻ അനുതപിച്ചു. ഞാനും എൻ്റെ തീരുമാനം മാറ്റുന്നു, ഇനി അവരെ തൊട്ടുപോകരുത് എന്നാണ് പറഞ്ഞ്. ഈ ശിക്ഷ അവരിൽ നിന്നും പിൻവലിക്കുക. ഞാൻ ഓർത്തിട്ടുണ്ട്, നമ്മൾ ആ വലിയ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. കാരണം എപ്പോഴും നമ്മൾ ടി വിക്കകത്ത് കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ് മുല്ലപ്പെരിയാർ എപ്പം വേണേലും പൊട്ടാം, മറ്റ് ടാങ്ക് മറ്റ് ഇതുപോലത്തെ എല്ലാ ബണ്ടും വേണമെങ്കിൽ പൊട്ടാവുന്ന അവസ്ഥയിലാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു പേടിയൊക്കെ തോന്നിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. ഞാൻ ഓർത്തിട്ടുണ്ട്, 2 ആഴ്ചയും കൂടി ആ മഴ അതുപോലെ തുടരുമായിരുന്നല്ലോ. മലയാളികളായി നമ്മളെല്ലാം വെള്ളം കുടിച്ച് ഇവിടെ അതിനടിയിൽ പോകേണ്ടതാണ്. അതിന് പലരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് കർത്താവ് പറഞ്ഞു, മതി മതി, മഴ നിർത്തിയേക്കാം, ഇവർ ജീവിച്ചു പോകട്ടെ. അങ്ങനെയുള്ള കാരുണ്യം കാണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് ഇന്നത്തെ ആദ്യ വായനയിൽ കൃത്യമായിട്ട് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൈവാശ്രയത്വം, ആരാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ? പ്രാർത്ഥനയുള്ളവർ, വിശ്വാസമുള്ളവർ, ആ വിശ്വാസം ജീവിക്കുന്നവർ, പ്രാർത്ഥനയും വചനവും ഒക്കെ ആയിട്ട് വിശ്വാസം ജീവിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ, അവരാണ് ദൈവാശ്രയത്വമുള്ളവർ. ബൈബിളിൽ ഏറ്റവും നടുക്കായിട്ട് വരുന്നൊരു വചനമാണ് സങ്കീർത്തനം 118 8-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടതുപോലെ തിരസ്കരണം നമുക്കുണ്ടാവും. കാരണം വളരെ ലൗകികരായിട്ട് ജീവിക്കുന്ന, ജഡികരായിട്ട് ജീവിക്കുന്ന, പൈശാചികമായിട്ടുള്ള ആ ഒരു സ്വാധീനത്തിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. അവരാരെങ്കിലും കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് വന്ന് ക്ഷയിക്കാൻ്റെ എന്ന് കൺഗ്രാജുലേഷൻ പറയുമോ? ഇല്ല. നമുക്കെതിരെ അവർ സംസാരിക്കും. ഇനി അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. യേശുവിനുണ്ടായ തിരസ്കരണം അവസാനം അവനെ തച്ചൻ, മരപ്പണിക്കാരൻ എന്നുപോലും വിളിച്ച് അവനെ അവഗണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ ജീവിതത്തിലാണേലും നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരിലോ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ പേരിലോ ഒക്കെ അവഗണന വരുമ്പോൾ, പ്രഭാഷകൻ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം ഒന്ന് ഓർത്താൽ മതി. കർത്തൃ ശുശ്രൂഷയ്ക്ക് നീ ഒരുങ്ങുമ്പോൾ നീ പ്രലോഭനങ്ങൾ, സഹനങ്ങൾ, ക്ലേശങ്ങൾ ഒക്കെ പ്രതീക്ഷിച്ച് ഇറങ്ങാവും. അതുകൊണ്ടാണ് ചിലർ ഇറങ്ങുക പോലും ചെയ്യാത്തത്. ഇനി ഇത് പ്രതീക്ഷിച്ച് ഇറങ്ങിയിട്ടുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം നേരിടേണ്ടി വന്നാലും ഇതൊക്കെ എടുക്കേണ്ടതുപോലെ എടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മൾ ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ശിരസ വഹിക്കുന്ന നമ്മുടെ ദൗത്യം, അത് നിറവേറ്റി മുമ്പോട്ട് പോകാൻ വേണ്ട ആ ഒരു ധൈര്യവും അഭിഷേകവും ജോൺ ബ്രിട്ടോയെ പോലെ നമുക്ക് ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം ഈ ബലിയിൽ പ്രത്യേകം തേടുകയും ചെയ്യാം.